നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. പണ്ടുകാലം മുതൽ ദുർമന്ത്രവാദത്തിലും കൂടോത്രത്തിലും വിശ്വസിക്കുന്ന നിരവധി ആളുകൾ നമുക്ക് ചുറ്റിലുമുണ്ട്. സ്വന്തം നേട്ടത്തിനായി അല്ലെങ്കിൽ ശത്രുവിനെ ഇല്ലാതാക്കാനും കഷ്ടപ്പാടിലാഴ്ത്താനുമെല്ലാം കൂടോത്ര വിദ്യകളും ദുർമന്ത്രവാദവും പ്രയോഗിക്കുന്നവരുമുണ്ട്. ശരിയായ വിധത്തിൽ മന്ത്രങ്ങൾ പ്രയോഗിച്ചാൽ അവർ ലക്ഷ്യം വെക്കുന്നത് ആരെയോ അവരിൽ കഷ്ടതകളും ദുരിതങ്ങളും പ്രകടമായി തുടങ്ങും. ഇത്തരത്തിൽ നിങ്ങൾക്കെതിരെ ആരെങ്കിലും കൂടോത്രം അല്ലെങ്കിൽ ദുർമന്ത്രവാദം ചെയ്തിട്ടുണ്ടെങ്കിൽ ജ്യോതിഷശാസ്ത്ര പ്രകാരം പ്രകടമാകുന്ന ചില ലക്ഷണങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. അതിനു മുൻപായി ഈ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുവാനും അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുവാനും മറക്കരുത്. അപ്പോൾ എല്ലാ ദിവസവും ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഒന്നാമത്തെ ലക്ഷണം എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ തന്നെയാണത്. വളരെ സന്തോഷത്തോടെ ജീവിച്ചിരുന്ന വ്യക്തിയുടെ ജീവിതത്തിലേക്ക് ഒട്ടും പ്രതീക്ഷിക്കാതെ പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ തുടർച്ചയായി ഉണ്ടാകുന്നത് കൂടോത്രം ചെയ്തിട്ടുണ്ടെങ്കിൽ സംഭവിക്കാവുന്ന ഒരു ലക്ഷണങ്ങളിൽ ഒന്നാണ്. കൂടാതെ അപ്രതീക്ഷിതമായി ജോലി നഷ്ടപ്പെടുന്നത്, ബിസിനസ്സിൽ നഷ്ടങ്ങൾ ഉണ്ടാകുന്നത്, എത്ര ശ്രമിച്ചിട്ടും ജോലി ലഭിക്കാത്തത്, പണക്കാരായിരുന്നവർ വളരെ പെട്ടെന്ന് തന്നെ ദാരിദ്ര്യത്തിലേക്ക് വീഴുന്നത്, ഇവയെല്ലാം കൂടോത്രം ചെയ്തിട്ടുണ്ട് എന്നതിൻ്റെ ലക്ഷണങ്ങളാണ്. അതിനാൽ ഇത്തരം ലക്ഷണങ്ങൾ കണ്ടാൽ ഉടനെ ഒരു ജ്യോത്സ്യനെ കണ്ട് പ്രശ്ന പരിഹാരം നോക്കുന്നത് നല്ലതായിരിക്കും. ഇനി രണ്ടാമതായി ആരോഗ്യ പ്രശ്നങ്ങളാണ്. വളരെ ആരോഗ്യത്തോടെ ഇരുന്ന ഒരു വ്യക്തി ഒരു ലക്ഷണവും കാണിക്കാതെ പെട്ടെന്ന് രോഗബാധിതനാകുന്നത് കൂടോത്രത്തിൻ്റെ ലക്ഷണങ്ങളിൽ ഒന്നാണ്. കൂടാതെ തുടർച്ചയായി പല വിധത്തിലുള്ള അസുഖങ്ങൾ വരുന്നതും ആശുപത്രിയിൽ മാത്രമായി നല്ലൊരു തുക ചിലവാക്കേണ്ടതായി വരുന്നതും ഇതിൻ്റെ ലക്ഷണമാണ്. ഇത്തരത്തിൽ നിങ്ങളുടെ കുടുംബത്തിൽ ആരെങ്കിലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിന് പരിഹാരവും ഉടനടി കാണേണ്ടതാണ്. ഇല്ലെങ്കിൽ നിങ്ങളുടെ ധനനഷ്ടത്തിലേക്കും ചിലപ്പോൾ വ്യക്തികളുടെ ജീവന് വരെ അപകടങ്ങൾ ഉണ്ടായേക്കാവുന്നതുമാണ്. ഇനി മൂന്നാമതായി ദുസ്വപ്നങ്ങളാണ്. ഉറങ്ങാൻ കിടന്നാൽ ദുസ്വപ്നങ്ങൾ മാത്രം കാണുന്നത് കൂടോത്രം ചെയ്തിട്ടുണ്ട് എന്നതിൻ്റെ ലക്ഷണങ്ങളിൽ ഒന്നാണ്. ചിലപ്പോൾ ചില രൂപങ്ങൾ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെടാം. നിങ്ങളെ അപായപ്പെടുത്തുന്നതായും സ്വപ്നം കാണാം. അതുമല്ലെങ്കിൽ നിങ്ങളെ ആരോ പേടിപ്പിക്കാൻ പിന്തുടരുന്നതായും സ്വപ്നത്തിൽ കാണുന്നതാണ്. ഇത്തരത്തിൽ പതിവായി സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ സൂക്ഷിക്കുന്നത് നല്ലതാണ്. പരിഹാരവും ഉടനെ തന്നെ കാണേണ്ടതുമാണ്. അടുത്തതായി നമ്മളെ ആരോ പിന്തുടരുന്നതായി നമുക്കൊരു തോന്നൽ ഉണ്ടാകുക, അല്ലെങ്കിൽ ആ ഒരു ഫീൽ ഉണ്ടാകുക. നിങ്ങളെ ആരോ പിന്തുടരുന്നത് പോലെ തോന്നുക. അതുപോലെ ആരുടെയോ സാമീപ്യം നിങ്ങൾക്ക് അനുഭവപ്പെടുക. ആരോ നിങ്ങളെ നിരീക്ഷിക്കുന്നതായിട്ടെല്ലാം നിങ്ങൾക്ക് അനുഭവപ്പെടുന്നത് കൂടോത്രം ചെയ്തിട്ടുണ്ട് എന്നതിൻ്റെ ലക്ഷണങ്ങളിൽ ഒന്നാണ്. അതിനാൽ തുടർച്ചയായി ഇത്തരം അനുഭവം നിങ്ങൾക്കുണ്ടെങ്കിൽ ഇതിന് ഉടനടി തന്നെ പരിഹാരം കാണേണ്ടതാണ്. അടുത്തതായി വിചിത്രമായ ശബ്ദങ്ങൾ നിങ്ങൾ കേൾക്കുക എന്നതാണ്. പതിവില്ലാതെ വിചിത്രമായ ശബ്ദങ്ങൾ കേൾക്കുന്നത്, പ്രത്യേകിച്ച് വീടിൻ്റെ മൂലയിൽ നിന്നെല്ലാം നിങ്ങൾ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും വിചിത്രമായ ശബ്ദങ്ങൾ കേൾക്കുന്നതും മറ്റുള്ളവർക്കൊന്നും കേൾക്കാൻ പറ്റാത്ത ശബ്ദം നിങ്ങൾ കേൾക്കുന്നതും കൂടോത്രത്തിൻ്റെ ലക്ഷണങ്ങളിൽ ഒന്നാണ്. അതിനാൽ വീട്ടുകാരുമായി ഇക്കാര്യത്തെക്കുറിച്ച് സംസാരിച്ചതിന് ശേഷം പ്രശ്ന പരിഹാരം കാണുന്നത് നല്ലതായിരിക്കും. അല്ലാത്ത പക്ഷം ഇത് മൊത്തത്തിൽ കുടുംബാംഗങ്ങളെയും ബാധിച്ചേക്കാം. അടുത്തതായി സ്വഭാവത്തിലെ വ്യത്യാസമാണ്. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഒരു വ്യക്തിയുടെ സ്വഭാവത്തിൽ നല്ലൊരു വ്യത്യാസം പ്രകടമായാൽ അതിൽ സംശയിക്കേണ്ടിയിരിക്കുന്നു. വിചിത്രമായ രീതിയിൽ പെരുമാറുന്നതും സംസാരിക്കുന്നതും ആ വ്യക്തിക്കെതിരെ കൂടോത്രം ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രകടമാകുന്ന ലക്ഷണങ്ങളിൽ ഒന്നാണ്. അതിനാൽ നിങ്ങളുടെ കുടുംബത്തിലെ ആർക്കെങ്കിലും ഇത്തരത്തിൽ സ്വഭാവ വ്യത്യാസം കണ്ടാൽ അത് കൂടോത്രം ചെയ്തത് മൂലമാണോ എന്ന് പരിശോധിക്കുന്നത് നല്ലതായിരിക്കും. അടുത്തതായി സാമ്പത്തിക ബുദ്ധിമുട്ടുകളാണ്. നിങ്ങൾക്കെതിരെ ആരെങ്കിലും കൂടോത്രം ചെയ്തിട്ടുണ്ടെങ്കിൽ സാമ്പത്തികമായി പല വിധത്തിലുള്ള ക്ലേശങ്ങളും അനുഭവിക്കേണ്ടതായി വരാവുന്നതാണ്. പ്രത്യേകിച്ച് പൈസ കയ്യിൽ നിൽക്കാത്ത അവസ്ഥ ഉണ്ടാവുക, എത്ര ശ്രമിച്ചിട്ടും ബിസിനസ്സിൽ നിന്നും ഒട്ടും ലാഭം ലഭിക്കാതെ ഇരിക്കുന്നതെല്ലാം ഇതിൻ്റെ ലക്ഷണങ്ങൾ തന്നെയാണ്. ഒരാളുടെ ജീവിതത്തിലെ ഉയർച്ചയും താഴ്ചയും അദ്ദേഹം ജനിക്കുന്ന സമയത്തിന് ആധാരമാക്കി ജ്യോതിഷശാസ്ത്രവും ഉണ്ട്. എന്നാൽ പലപ്പോഴും ഈ ഉയർച്ചയെയും അട്ടിമറിക്കുവാൻ ദുർമന്ത്രവാദത്തിന് കഴിയുന്നു. അതായത് പ്രപഞ്ചത്തിലെ ഊർജ സ്രോതസ്സായ സൂര്യഭഗവാനെ പോലും കുറച്ചു നേരത്തേക്കെങ്കിലും മറയ്ക്കാൻ
കാർമേഘങ്ങൾക്ക് കഴിയുന്നു. ഈശ്വരാധീനം ഉണ്ടെങ്കിൽ പോലും ചില ദുർമന്ത്രങ്ങൾക്ക് നമ്മെ ചില സമയങ്ങളിൽ ദോഷഫലങ്ങൾ ഉണ്ടാക്കാം എന്ന് ചുരുക്കം. ഇങ്ങനെയുള്ള ദുഷ്ക്രിയകൾ പല പേരുകളിലാണ് അറിയപ്പെടുന്നത്. അതിൽ ഒന്നാണ് കൂടോത്രം. അന്യന്റെ സമ്പത്തോ കഴിവോ തൊഴിലോ ഉയർച്ചയോ കണ്ട് അതിൽ അസൂയ പൂണ്ട് ചിലർ ഇത്തരം കൂടോത്രങ്ങൾ ചെയ്യിക്കാറുണ്ട്. എന്നാൽ ഇത്തരം ദുർമന്ത്രങ്ങൾക്കെല്ലാം പരിഹാരങ്ങളുമുണ്ട്. ഇത്തരം ദോഷങ്ങൾ നിങ്ങൾക്കുണ്ടാവാതിരിക്കാൻ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. കൂടോത്രം എന്നാൽ ശത്രുക്കളല്ല, നിങ്ങൾ നന്നാവാൻ ആഗ്രഹിക്കാത്തവർ ചെയ്യുന്ന ദുർമന്ത്രവാദം, കൂടോത്രം ഇവയിലൂടെ ദുഷ്ടശക്തികളെ നിങ്ങൾക്ക് നേരെ പ്രയോഗിച്ച് കുടുംബത്തിന് അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിന് അല്ലെങ്കിൽ കൃഷിക്ക് നേരെ പ്രയോഗിച്ചു അവയെ നശിപ്പിച്ച് നിങ്ങളെ മാനസികമായും ശാരീരികമായും തളർത്തി ടെൻഷനും ദുരിതങ്ങളുമൊക്കെ ഉണ്ടാക്കി ദുരിതത്തിലാക്കുന്നു. ഇതാണ് കൂടോത്രം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ശത്രുക്കൾ ചെയ്യുന്ന കൂടോത്രം, ദുഷ്ക്രിയകൾ ഇവ നിങ്ങളെ ബാധിക്കാതിരിക്കാനും ഇനി നിങ്ങളെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ അവയിൽ നിന്നും രക്ഷ നേടുന്നതിനും നിത്യേന ചൊല്ലേണ്ട അതിശക്തിയാർന്ന ഒരു മന്ത്രത്തെക്കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. ദിഗ്ബന്ധന മഹാമന്ത്രം എന്നാണ് ഈ മന്ത്രത്തിൻ്റെ പേര്. നിത്യേന അതിരാവിലെയാണ് മന്ത്രം ചൊല്ലേണ്ടത്. ഇനി മന്ത്രം ചൊല്ലുമ്പോൾ കുളിച്ച് ശുദ്ധിയോടുകൂടി വേണം മന്ത്രം ചൊല്ലുവാൻ. അതുപോലെ തന്നെ 108 തവണയാണ് മന്ത്രം ചൊല്ലേണ്ടത്. ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഈ ലക്ഷണങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ തുടർച്ചയായ 6 മാസം ഈ മന്ത്രം ചൊല്ലിയാൽ മാത്രം മതി. 1 മാസം ആകുമ്പോൾ തന്നെ നല്ലൊരു മാറ്റം ഉണ്ടാകുന്നത് നിങ്ങൾക്ക് തന്നെ സ്വയം തിരിച്ചറിയുവാൻ സാധിക്കുന്നതാണ്. അത്രയേറെ പവർഫുള്ളായ ഒരു മന്ത്രമാണിത്. ഇനി കൂടോത്രം, മന്ത്രവാദം, ദുഷ്ടശക്തികളുടെ നോട്ടം ഇതൊന്നുമില്ലെങ്കിൽ പോലും ഈ മന്ത്രം നിത്യേന ചൊല്ലുന്നത് നല്ലതാണ്. കാരണം ഈ മന്ത്രം ചൊല്ലുന്നതിലൂടെ ദുഷ്ടശക്തികളുടെ നോട്ടം, കണ്ണേറെ, പ്രാക്ക്, കൂടോത്രം, മന്ത്രവാദം ഇതൊന്നും തന്നെ നമ്മളെ പിന്നീട് ബാധിക്കുന്നതല്ല. ഒരാളുടെ കൺദൃഷ്ടി ഉണ്ടെങ്കിൽ പോലും നമ്മുടെ ജീവിതത്തിൽ അതിൻ്റെതായ വ്യത്യാസങ്ങൾ വന്നു ചേരുന്നതാണ്. ഏത് കാര്യം ചെയ്താലും അതിലെല്ലാം തടസ്സങ്ങൾ ഉണ്ടാവുക, വീട്ടിൽ അടിക്കടി കലഹങ്ങൾ ഉണ്ടാവുക, വിട്ടുമാറാതെ ശരീരത്തിന് എന്തെന്നില്ലാത്ത അസ്വസ്ഥത, എത്ര ചികിത്സിച്ചാലും അല്ലെങ്കിൽ എത്ര ബ്ലഡ് ടെസ്റ്റ് ചെയ്താലും ഒരു രോഗവും ഉണ്ടാകില്ല. എന്നിരുന്നാലും ശരീരത്തിന് ഏതെങ്കിലും തരത്തിലുള്ള അസ്വസ്ഥത വന്നുകൊണ്ടേയിരിക്കും. ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ഉറപ്പിച്ചോളൂ, അത് കൺദൃഷ്ടിയാണ്. ഈ മന്ത്രം ചൊല്ലുന്നതിലൂടെ കൺദൃഷ്ടി പോലും പിന്നീട് നിങ്ങളെ ബാധിക്കുന്നതല്ല. ഇനി നിത്യേന ചൊല്ലേണ്ട അതിശക്തിയാർന്ന ആ മന്ത്രം ഏതാണെന്ന് നോക്കാം. ഓം ഹ്രീം ദും ഉത്തിഷ്ഠ പുരുഷി കിം സ്വഭിഷി ഭയമേ സമുപസ്ഥിത യദിശ്യാക്യ മശക്രിയ വാ തന്മേ ഭഗവതി ശ്യാമയ സ്വാഹ. ഈ മന്ത്രം 108 തവണയാണ് നിത്യേന ചൊല്ലേണ്ടത്. മന്ത്രം ചൊല്ലി 1 മാസം ആകുമ്പോഴേക്കും നല്ലൊരു മാറ്റം ഉണ്ടാകുന്നതാണ്. എല്ലാവർക്കും ജഗദീശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു പോകരുത്. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ നന്ദി, നമസ്കാരം.